നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 3 പേർ കൂടി മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 128ആയി. ഇന്ന് പുതുതായി 896 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇവരിൽ 505 പേർ പ്രവാസികളും 391 പേർ സ്വദേശികളുമാണ്. ഒമാനിൽ 28,566 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 14,780 പേർ ഇതുവരെ രോഗമുക്തരായെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഖത്തറിൽ വെള്ളിയാഴ്ച 4 പേർ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരണസംഖ്യ 86ആയി. 1267 പേർക്ക് കൂടി 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. 1470 പേർക്ക് രോഗം ഭേദമായി. ആകെ രോഗബാധിതരുടെ എണ്ണം 84,441. രോഗം സുഖപ്പെട്ടവരുടെ എണ്ണം 63,642 ആയി ഉയർന്നു. 24 മണിക്കൂറിനിടെ 11 പേരെ ICUവിൽ പ്രവേശിപ്പിച്ചു. 230 പേരാണ് ഇപ്പോൾ ICUവിൽ ഉള്ളത്. 4,869 ടെസ്റ്റുകളാണ് ഇന്ന് നടത്തിയത്. മൊത്തം ടെസ്റ്റ് ചെയ്തവരുടെ എണ്ണം 3 ലക്ഷത്തിൽ കവിഞ്ഞു. 20,713 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. കുവൈറ്റിൽ കോവിഡ് മരണം 313ആയി ഉയർന്നു. 604 പേർക്ക് കൂടി വെള്ളിയാഴ്ച കൊറോണ രോഗം സ്ഥിരീകരിച്ചു. 678 പേർ രോഗവിമുക്തരായി. രാജ്യത്ത് ഇതുവരെ 38,678 പേർക്ക് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചതിൽ 30,190 പേരും രോഗവിമുക്തരായി. 193 പേർ തീവ്രപരിചരണ വിഭാഗത്തിലും 8,175 പേർ ചികിത്സയിലുമാണ് കഴിയുന്നത്. പുതുതായി കൊറോണ രോഗബാധ കണ്ടെത്തിയവരിൽ സ്വദേശികൾ 313 പേരും വിദേശികൾ 291 പേരുമാണ്. COVID-19 ബാധിച്ച് UAEയിൽ 2 മലയാളികൾ കൂടി മരിച്ചു. മലപ്പുറം തിരൂർ തിരുനാവായ കരക്കാട് സ്വദേശി മുഹമ്മദ് സാലിഹ് കളത്തിൽ ഇന്ന് ദുബായ് റാഷിദ് ആശുപത്രിയിലും, മലപ്പുറം തിരൂർ നിറമരുതൂർ മങ്ങാട് സ്വദേശി ഉമ്മർ ബാവ ഇന്നലെ രാത്രി ഫുജൈറയിലുമാണ് മരിച്ചത്. ഫുജൈറയിൽ PRO ആയി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. UAEയിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 101ആയി ഉയർന്നു. ദുബായിൽ 43ഉം അബുദാബിയിൽ 39 മലയാളികളാണ് മരിച്ചത്. ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 248ആയി ഉയർന്നു. കുവൈറ്റിൽ കർഫ്യൂ ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിച്ചതിന് ശനിയാഴ്ച 12 പേർക്കെതിരെ നടപടിയെടുത്തെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 6 സ്വദേശികൾക്കും 6 വിദേശികൾക്കുമെതിരെയാണ് നടപടി. 2 പേർ ഹോം ക്വാറന്റൈൻ നിയമം ലംഘിച്ചവരും മറ്റുള്ളവർ കർഫ്യൂ ലംഘിച്ചവരുമാണ്. ഹവല്ലിയിൽ നിന്ന് ഒരാളും ജഹ്റയിൽ നിന്ന് 5 പേരും അഹ്മദിയിൽ നിന്ന് 4 പേരുമാണ് ഇങ്ങനെ പിടിയിലായത്. ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായും നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു. ജൂൺ 21 ഞായറാഴ്ച 3 മണിക്കൂറോളം UAEയിൽ ഭാഗിക ഗ്രഹണം ദൃശ്യമാകുമെന്ന് ശാസ്ത്ര വിദഗ്ധർ അറിയിച്ചു. മൊറോക്കോ, മൗറിത്താനിയ എന്നിവ ഒഴികെയുള്ള അറബ് രാജ്യങ്ങളിലെല്ലാം ഭാഗിക ഗ്രഹണം ദൃശ്യമാകുമെന്ന് അബുദാബിയിലെ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രം പ്രതിനിധി മുഹമ്മദ് ഷൗക്കത്ത് ഔദ പറഞ്ഞു. അതേസമയം സുഡാൻ, യമൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ ചില ഭാഗങ്ങളിൽ വലിയ ഗ്രഹണം തന്നെ ദൃശ്യമാകും. രാവിലെ 8:14 മുതൽ 11:12 വരെ UAEയിൽ ഗ്രഹണം ദൃശ്യമാകുമെന്നാണ് UAE ബഹിരാകാശ ഏജൻസി അറിയിച്ചത്. അബുദാബി അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രം, ദുബായ് ആസ്ട്രോണമി ഗ്രൂപ്പ് എന്നിവ ഗ്രഹണ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ഇതോടെ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ രാവിലെ മുതലുള്ള കാത്തിരിപ്പ് ഒഴിവായിരിക്കുകയാണ്. BLSന്റെ UAEയിലെ 10 സെന്ററുകളിലും ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഓൺലൈൻ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിലും കോവിഡിനെ തുടർന്ന് പാസ്പോർട്ട് ഓഫീസിന്റെ പ്രവർത്തനം നിർത്തിയതോടെ ഓൺലൈനും നിർത്തിയിരുന്നു. ഇത് പിന്നീട് പുനരാരംഭിച്ചിരുന്നില്ല. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകുന്നവർ BLSന്റെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്ത ശേഷം പോയാൽ വരി നിൽക്കാൻ ഒഴിവാക്കാം. ചില സെന്ററുകളിൽ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണ് ഉള്ളത്. COVID-19 നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന് തുടക്കമായെങ്കിലും തൊഴിലിടങ്ങളിൽ മുൻകരുതൽ നടപടികൾ കർശനമായി തന്നെ തുടരുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്ന ഓരോ ഘട്ടത്തിലും മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരമായിരിക്കണം തൊഴിൽ മേഖലയുടെ പ്രവർത്തനം. മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം പാലിക്കൽ, അണുപ്രതിരോധ നടപടികൾ തുടങ്ങി എല്ലാ തൊഴിലാളികളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ അതാത് തൊഴിലിടങ്ങളിൽ ഒരു ഓഫീസർ ഉണ്ടായിരിക്കണം. തൊഴിലാളികളിൽ COVID-19 രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അവബോധം നൽകണം. ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം ആരോഗ്യ സുരക്ഷ, അപകട സാധ്യത എന്നിവയെല്ലാം വിലയിരുത്തണം.
ചാർട്ടേഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ ഇടപെടില്ലെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി മടങ്ങുന്ന പ്രവാസികൾക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ എന്ന കാര്യത്തിൽ മറ്റന്നാൾ വിശദീകരണം ബോധിപ്പിക്കാൻ കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. പാലക്കാട് ലക്കിടി മംഗലം സ്വദേശി സൗബർണികയിൽ ജിനു ചന്ദ്രനെ അബുദാബിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അഡ്നോക് റിഫൈനിംഗ് കമ്പനിയുടെ റുവൈസ് ഏരിയ സർവീസസ് ഡിവിഷനിൽ പ്രൊജക്ട് ഡെവലപ്മെന്റ് എഞ്ചിനീയർ ആയിരുന്നു. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി റുവൈസിലെ താമസ സ്ഥലത്തിരുന്ന് ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം 2 ദിവസമായി ആരുമായും ബന്ധപ്പെട്ടിരുന്നില്ല. ഇതേ തുടർന്ന് പോലീസ് എത്തി മുറി തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബദാസായിദ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. ബഹ്റൈനിലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസികളെയും ഈ വർഷം അവസാനത്തോടെ ഒഴിവാക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. GDN ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രവാസികളെ ഒഴിവാക്കി പകരം സ്വദേശികളെ നിയമിക്കാനാണ് തീരുമാനം. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ അധ്യാപകരെയും അടുത്ത അധ്യയന വർഷം മുതൽ മാറ്റാനൊരുങ്ങുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ജനങ്ങൾ പരാജയപ്പെട്ടതാണ് കുവൈറ്റിൽ COVID-19 വ്യാപനത്തിന് കാരണമെന്ന് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബാഹ് പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ആദ്യഘട്ട പദ്ധതി ദീർഘിപ്പിക്കുന്നതിന് കാരണമായത്. ആദ്യഘട്ടത്തിന്റെ അവസാനത്തിലെത്തിയെങ്കിലും ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയാതെ പോയതെന്നും ഡോക്ടർ ഷെയ്ഖ് ബാസിൽ അൽ സബാഹ് പറഞ്ഞു. ഉച്ചവിശ്രമ സമയം ലംഘിച്ച 56 കമ്പനികളുടെ തൊഴിലിടങ്ങൾ ഖത്തർ തൊഴിൽ മന്ത്രാലയം അടച്ചുപൂട്ടി. 3 ദിവസത്തേക്കാണ് നടപടി. വിവിധ തൊഴിലിടങ്ങളിൽ മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് ലംഘനം കണ്ടെത്തിയത്. കനത്ത ചൂടിൽ നിന്ന് പുറം തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ നടപ്പാക്കാൻ ഇക്കഴിഞ്ഞ ജൂൺ 15 മുതൽക്കാണ് രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 3 വരെ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിലായത്. ഈ സമയങ്ങളിൽ തൊഴിലാളികൾക്ക് പൂർണ്ണ വിശ്രമം അനുവദിക്കണമെന്നാണ് വ്യവസ്ഥ. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന ഖത്തറിലെ 3ാമത്തെ സ്റ്റേഡിയവും പൂർത്തിയായി. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി ഉദ്ഘാടനം ചെയ്തു. കോവിഡിനെതിരെ പൊരുതുന്ന മെഡിക്കൽ ഹീറോകൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി നടന്ന വെർച്വൽ ചടങ്ങിൽ അമീർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലും കായിക ലോകത്തിന് ആശ്വാസവും പ്രതീക്ഷയും പകർന്നാണ് ഖത്തർ 3ാമത്തെ ലോകകപ്പ് സ്റ്റേഡിയവും സജ്ജമായെന്ന് ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. വെർച്വൽ ആഘോഷം BEN സ്പോർട്സ് തത്സമയം സംപ്രേഷണം ചെയ്തു. ദുബായ് RTA ബസ്സുകൾക്കും ജീവനക്കാർക്കും പുതുതാവളം ഒരുങ്ങി. പബ്ലിക് ബസ്സുകളുടെ നിത്യേനയുള്ള സുഗമമായ സഞ്ചാരത്തിന് അൽഖൂസിൽ വിശാലമായ ബസ് ഡിപ്പോ തയ്യാറായതായി RTA ചെയർമാൻ മത്താർ മുഹമ്മദ് അൽ തായർ അറിയിച്ചു. ജബൽ അലി, അൽ ഖവാനീജ്, അൽ റുവയ്യ, അവീർ, ഖിസൈസ് ഡിപ്പോകളെ ബന്ധിച്ചുകൊണ്ടായിരിക്കും പുതിയ ഡിപ്പോ പ്രവർത്തിക്കുക. ഡിപ്പോ സന്ദർശിച്ച് അൽ തായർ ബസ് ഡ്രൈവർമാർ, എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ, മറ്റു ജീവനക്കാർ എന്നിവരുമായി ആശയവിനിമയം നടത്തി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.